സിനഡൽ കൗൺസിൽ മാറ്റത്തിന്റെ കാഹളവുമായി അൽമായ സിനഡ് ഓഗസ്റ്റ് 15-16 തീയതികളിൽ കല്ലൂർ റിന്യൂവൽ സെന്ററിൽ. സീറോ മലബാർ സഭ മെത്രാൻ സിനഡ് മുന്നോടിയായി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിൽ ആഗോള കത്തോലിക്ക സഭാ സിനഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള സിനഡൽ കൗൺസിൽ എന്ന ആശയവുമായി അൽമായ സിനഡ് 2025 ഓഗസ്റ്റ് 15-16 തീയതികളിൽ എറണാകുളം കല്ലൂർ റിന്യൂവൽ സെന്ററിൽ. ഓഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് അൽമായ സിനഡ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അൽമായ സിനഡിൽ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും കേരളത്തിലെ മറ്റു രൂപതകളിൽ നിന്നുമുള്ള പ്രത്യേക ക്ഷണിതാക്കളും വൈദിക സന്യസ്ത പ്രതിനിധികളും നിരീക്ഷകരായി പങ്കെടുക്കുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തിൽ നടത്തിയ സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയിലെ ചർച്ചകൾ മുൻനിർത്തിയാണ് അൽമായ സിനഡ് സംഘടിപ്പിക്കുന്നത്. വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആഗോള കത്തോലിക്ക സഭയുടെ സിനഡ് ഓൺ സിനഡാലിറ്റി അവസാനിച്ചത്. സിനഡൽ സഭയുടെ അടിസ്ഥാന സ്വഭാവം കൂട്ടായ്മ, പങ്കാളിത്തം, ദൗത്യം എന്നിവയാണെന്നാണ് അന്തിമരേഖ അടയാളപ്പെടുത്തുന്നത്. അതിന്റെ വെളിച്ചത്തിൽ വിശ്വാസികൾ തങ്ങൾക്കുള്ള രാജകീയ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് സിനഡ് സംഘടിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയിലെ മേജർ അതിരൂപതയായ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എല്ലാ കാലത്തും സഭയിലെ നവീകരണ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള അതിരൂപതയാണ്. സീറോ മലബാർ സഭയുടെ പൈതൃകം പങ്കാളിത്ത ഭരണ സംവിധാനമാണ്. അതിലേക്കുള്ള നവമായ കാൽവെപ്പാണ് അൽമായ സിനഡ്. കത്തോലിക്ക സഭയിൽ ആദ്യമായി നടക്കുന്ന സിനഡൽ കൗൺസിൽ ഒരു ചരിത്ര സംഭവം ആക്കുവാനുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അൽമായ സിനഡ് മെത്രാൻ സിനഡിന് ബദലല്ലെന്നും അൽമായ സിനഡൽ കൗൺസിൽ സിനഡ് ഓൺ സിനഡാലിറ്റിയുടെ നിർദ്ദേശം മാത്രമാണെന്നും അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണിയും വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരനും അറിയിച്ചു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെ സെൻട്രൽ കമ്മിറ്റി സിനഡിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകും. 2 ദിവസം 5 വിഷയങ്ങൾ സിനഡൽ കൗൺസിലിൽ അവതരിപ്പിക്കപ്പെടും. 2 ചർച്ചകളും അതിന്റെ ഡോക്യുമെന്റ്സും അവതരിപ്പിക്കപ്പെടുന്നു. 1. സിനഡൽ സഭ ഇന്ന്. 2. എല്ലാവരുടേതുമായ സഭ, ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന സഭയുടെ ഭാവി. 3. ക്ലെരിക്കലിസത്തിൽ നിന്നും കൂട്ടുത്തരവാദിത്വത്തിലേക്ക്, ഒരു പുതിയ സഭയുടെ തുടക്കം. 4. പള്ളിയോഗവും കാനൺ നിയമവും, അകറ്റി നിർത്തപ്പെട്ട അൽമായർ. 5. പങ്കാളിത്ത സഭയുടെ വേരുകളിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്ക്. ചർച്ച: വിശ്വാസികളുടെ പ്രമാണ രൂപീകരണം, അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, ജനാധിപത്യവൽക്കരണം.